എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ച് ഡേ 1. ഇപ്പോൾ ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിരുന്നത് പോലെ ഈ ഒരു സ്കിൻ കെയർ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ ചലഞ്ചാണ് കേട്ടോ. പ്രോഡക്ട്സ് ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 7 days സ്കിൻ കെയർ ചലഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേറെ സ്കിൻ കെയർ ചലഞ്ചൊക്കെ ചെയ്യാം. ഇപ്പം ജസ്റ്റ് ആ പ്രോഡക്റ്റ് അവയർനെസ് വേണ്ടിയിട്ട്, കാരണം നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എനിക്ക് വീഡിയോയുടെ ലിങ്ക് ഇട്ട് തന്നാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ടും പറ്റും, നല്ലപോലെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും എങ്ങനെയാണ് സ്കിൻ കെയർ ചലഞ്ച് കറക്റ്റായിട്ട് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ ഫേസ് വാഷ്, സ്കിൻ വൈറ്റനിങ് പാക്ക്, പിന്നെ ഐ പാക്ക്, പിന്നെ ഡേ ടൈമിൽ ഇടുന്ന ഒരു മോർണിംഗ് പാക്ക്, മോയ്സ്ചറൈസർ, നൈറ്റ് ക്രീം. ഇത്രയും കാര്യങ്ങളാണ് സ്കിൻ വൈറ്റനിങ് പാക്ക് ഉണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു 7 days ചലഞ്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇത് അധികമായിട്ടും നല്ല രീതിയിൽ വർക്കൗട്ട് ആകുന്ന മുഖത്ത് നിറയെ മുഖക്കുരുവിൻ്റെ മാർക്കുകളൊക്കെ ഉള്ളവർക്ക്, പിഗ്മെൻറ്റേഷൻ പാടുകൾ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളവർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ ഈ ഒരു പ്രോഡക്റ്റ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് പേര് വാങ്ങിച്ച് നല്ല റിവ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും സ്യൂട്ട് ആകണം എന്നില്ല. ഇപ്പം 100 പേര് ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് മേ ബി അത് സ്യൂട്ട് ആകണം എന്നില്ല. ഇത് കംപ്ലീറ്റ് ഹെർബലുമാണ്. ചില പേർക്ക് ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അത്രയ്ക്കും കൊണ്ട് സ്യൂട്ട് ആവത്തില്ല. ഓക്കെ, പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെർബൽ പ്രോഡക്ട്സ് തന്നെയാണ് ഏറ്റവും നല്ലത്. അതിനു മുമ്പ് ഞാൻ ഇന്നത്തെ ഡേ 1 നിങ്ങൾക്ക് ഒരു ഫേസ് മസാജിങ് സ്റ്റെപ്സ് ഡേ 1 ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മസാജിങ് സ്റ്റെപ്പ് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ ഫേസ് മസാജ് ചെയ്യാനായിട്ട് മുഖക്കുരുവൊക്കെ ഉള്ളവരാണെങ്കിൽ എപ്പോഴും മോയ്സ്ചറൈസിങ് ക്രീമോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. അല്ലാതെ മുഖക്കുരു ഒന്നുമില്ല, പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഓയിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. മുഖക്കുരു ഉള്ളവരാണെങ്കിൽ എപ്പോഴും മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം. ഫേസ് നല്ല ക്ലീൻ ഫേസിൽ വേണം നമ്മൾ എപ്പോഴും മസാജ് ചെയ്യാനായിട്ട്. ഫേസിൽ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് കേട്ടോ. ഫേസ് ഫസ്റ്റ് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മസാജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നിങ്ങൾ മസാജ് ചെയ്യുന്നതിന് മുമ്പ് ഇതാണ് നമ്മുടെ ഫേസ് വാഷ് പൗഡർ. ഇത് ഒരു ബോട്ടിലാക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് തരുമ്പോൾ പാക്കറ്റിലാക്കിയിട്ടാണ് തരുന്നത് കേട്ടോ. അത് കംപ്ലീറ്റ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും, ഇത് ഫേസ് വാഷ് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ്, എന്ത് മണമെന്നറിയാം, എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫേസ് വാഷ് പൗഡർ, ഈ ഒരു ഫേസ് വാഷ് പൗഡർ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ജ്യൂസിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം, ബീട്രൂട്ട് ജ്യൂസിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം, തൈര്, പാല് ഇതിലൊക്കെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ക്രീം ബേസിലോ ലിക്വിഡ് ബേസിലോ അങ്ങനെയൊക്കെയുള്ള ഫേസ് വാഷ് നല്ലപോലെ ഫേസിൽ വാഷ് ചെയ്ത് കഴുകിക്കളയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫേസ് വാഷ് പൗഡറും നിങ്ങൾ ജസ്റ്റ് കുറച്ച് ആവശ്യത്തിന് കുറച്ചെടുത്താൽ മതി. എടുത്ത് ഇതുപോലെ വെള്ളത്തിൽ, നോർമൽ വെള്ളത്തിൽ മിക്സ് ചെയ്താലും മതി. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ ഫുള്ള്, കഴുത്തിലും നമ്മുടെ ചെവിയിലും ഒക്കെ ഒരു 2 മിനിറ്റ് ഒന്ന് പാക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ കഴുകിക്കളയുക. ഫേസ് നല്ലപോലെ ക്ലെൻസ് ആകും. പിന്നെ ക്ലെൻസർ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ടോണറോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഫേസ് നല്ല ക്ലീൻ ആകാനായിട്ട് സഹായിക്കും ഈ ഒരു ഫേസ് വാഷ് പൗഡർ. അപ്പോൾ ഫസ്റ്റ് ഡേ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മോർണിംഗിൽ ഫേസ് വാഷ് പൗഡർ തൈരിൽ മിക്സ് ചെയ്ത് നല്ലപോലെ ഒരു പാക്ക് ഇട്ട് വാഷ് ചെയ്യുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഇല്ലെങ്കിൽ തൈരിൽ തന്നെ കിടക്കുന്നതിന് മുമ്പും ഇതുപോലെ ഫേസ് വാഷ് പൗഡർ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് പാക്കായിട്ട് ഇട്ടിട്ട് കഴുകിക്കളയുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ഇത് രണ്ടും. ഇനി നമുക്ക് ഒരു മസാജ് കൂടി ചെയ്ത് കൊടുക്കാം. ഈ മസാജിങ് എപ്പോഴും നൈറ്റ് ചെയ്യുന്നതാണ് നല്ലത്. മോർണിംഗ് ചെയ്യുന്നതിനെക്കാട്ടിലും നൈറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും മസാജിങ് നല്ലത് കേട്ടോ. കുറച്ച് സ്റ്റെപ്സ്, ഒരുപാട് ഡീറ്റെയിൽ സ്റ്റെപ്സ് ഒക്കെ പഠിക്കാനായിട്ട് നമുക്ക് ഫേസ് മസാജ് ക്ലാസ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാനായിട്ടും നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ജോയിൻ ചെയ്യാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന മസാജ് എന്ന് പറഞ്ഞത് നെറ്റിയിൽ ഇതുപോലെ ജസ്റ്റ് ഒരു പ്രഷർ കൊടുക്കുക. നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു പ്രഷർ കൊടുക്കുക. എന്നിട്ട് സൈഡിലേക്ക് മസാജ് ചെയ്യുക. നമ്മുടെ ഈ ഭാഗത്ത് മസാജ് ചെയ്ത് അവസാനിപ്പിക്കുക. എന്നിട്ട് സൈഡിൽ കൂടി താഴേക്ക് മസാജ് ചെയ്യുക. ഓക്കെ, 1 നമ്മുടെ സെൻറ്ററിൽ പ്രഷർ കൊടുത്ത് താഴേക്ക് വന്ന് ഇവിടെ ഒരു മസാജ് പ്രഷർ കൊടുത്തതിന് ശേഷം താഴേക്ക്. 2 സൈഡിൽ പ്രഷർ കൊടുത്തിട്ട് 3 വീണ്ടും സെൻറ്ററിൽ ഒരു പ്രഷർ,
സൈഡിലേക്ക് 4, സെൻറ്ററിലൊരു പ്രഷർ, സൈഡിലേക്ക് 5. നിങ്ങൾക്കിത് 20 കൗണ്ട്സ് വരെ ചെയ്യാം കേട്ടോ. 5 to 10 to 20 കൗണ്ട്സ് വരെ ചെയ്യാം. എത്രത്തോളം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം നല്ല റിസൾട്ടും കിട്ടും. അടുത്തത് നമ്മുടെ ഈ 2 വിരൽ വെച്ച് നെറ്റിയിൽ മുകളിലേക്ക് ഈ ഭാഗം വരെ മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ ഒരിക്കലും ചുളിവുകൾ വെച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ ചുളുക്കി വെച്ചോണ്ടോ ഇങ്ങനെ വെച്ചോണ്ടോ ഒന്നും മസാജ് ചെയ്യരുത്. ജസ്റ്റ് റിലാക്സ് ആയിട്ട് ഇതേപോലെ മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 to 20 കൗണ്ട്സ് വരെ നല്ലപോലെ കൗണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മുകളിലേക്ക് മസാജ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കണ്ണെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണിന് ചുറ്റും ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. കണ്ണിന് ചുറ്റും ഇതുപോലെ. കാരണം നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പം ഓട്ടോമാറ്റിക് നമ്മുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ആവും, സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും. നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ആണ്. അതായത് എന്തെങ്കിലും പാക്കുകളോ എന്തെങ്കിലും ക്രീമുകളോ വാരി ഇടുന്നതിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ നമ്മളെ ഫേസിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതുപോലെ കണ്ണിന് ചുറ്റും പിൻ ചെയ്ത് കൊടുക്കുക. ഇതും നിങ്ങൾക്ക് ഒരു 10 to 15 കൗണ്ട്സ് വരെ ഇതുപോലെ കണ്ണിന് ചുറ്റും പിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിരികം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, പിരികം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പിരികത്തിൻ്റെ അടിഭാഗത്തു കൂടി ഈ ഒരു പ്രഷർ പോയിന്റിൽ വന്നിട്ട് താഴേക്ക് മസാജ് ചെയ്യാം. 1. എന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഈ കോർണറിലുള്ള ഈ ഒരു പ്രഷർ പോയിന്റിൽ കൂടി സൈഡിലേക്ക് വന്ന് ഈ ഒരു പ്രഷർ പോയിന്റിൽ വന്നിട്ട് താഴേക്ക് 2. മനസ്സിലായോ? അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വളരെ സാവധാനത്തിൽ ചെയ്യണം. ഈ പ്രഷർ പോയിന്റ് 1, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൽ കണ്ണിൻ്റെ താഴെ കൂടി ഈ ഒരു പ്രഷർ പോയിന്റിൽ വന്നിട്ട് 2. ഓക്കെ, 1 1 2 2 അങ്ങനെ നിങ്ങൾ ഒരു 10 കൗണ്ട്സ് ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് കാണിക്കാം. കണ്ണിൻ്റെ അടിയിൽ കൂടി താഴേക്ക് വന്ന് ഈ ഒരു പ്രഷർ പോയിന്റിൽ വന്നിട്ട് താഴേക്ക്, വീണ്ടും കണ്ണിൻ്റെ കോർണറിൽ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് താഴേക്ക്. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ 2 സൈഡിൽ, അതായത് ഈ 2 വിരലും നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് വിരലുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രഷർ പോയിന്റിൽ ഈ 2 വിരലുകളും വെക്കുന്നത്. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ്, റിലീസ്. ആ പ്രസ് മാറ്റുക. വീണ്ടും പ്രസ്, റിലീസ്, പ്രസ്, റിലീസ്, വീണ്ടും പ്രസ്, റിലീസ്. ഇതുപോലെ നിങ്ങൾക്കൊരു 10 കൗണ്ട്സ് പ്രസ് ചെയ്ത് റിലീസ് ചെയ്യാവുന്നതാണ്. നമ്മൾ എത്രത്തോളം കണ്ണിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ഡാർക്ക് സർക്കിളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത് നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് ഇതേപോലെ മസാജ് ചെയ്യുക. 1 2 ഇതൊക്കെ നമ്മുടെ പ്രഷർ പോയിന്റ്സ് ആണ് കേട്ടോ. 3 4 5. ഓക്കെ, അതിനുശേഷം മുകളിലേക്ക് 1 2 3 4 5. അതിനുശേഷം അവിടെ നിന്ന് നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ഐ ബോൺസിൽ, അവിടെ താഴെയുള്ള ബോൺസിൽ കൂടി താഴേക്ക്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. ദേ ഇവിടുന്ന് 1 2 3 4 5. എന്നിട്ട് മുകളിലേക്ക് 1 2 3 4 5. എന്നിട്ട് 2 സൈഡിലേക്കും ഇതുപോലെ മസാജ് ചെയ്ത് താഴേക്ക്. ഇതും നിങ്ങൾക്ക് ഒരു 10 കൗണ്ട്സ് വരെ ഇതുപോലെ മസാജ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രത്തോളം കൗണ്ട്സ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നോ അത്രത്തോളം നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ഇത് അടുത്തത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോഫിംഗ് ലൈൻ ഉണ്ടല്ലോ, ലോഫിംഗ് ലൈൻ, അതായത് ഇവിടുന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ലോഫിംഗ് ലൈൻ ഇങ്ങനെ പ്രസ് ചെയ്ത് അവിടെ മൂക്കിൻ്റെ സൈഡിൽ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ കൂടി, അതായത് അപ്പോൾ വരേണ്ടത് നമ്മൾ ഈ കവിളിൻ്റെ ബോണിൽ കൂടിയാണ്. ഇത് നമ്മുടെ ഐയുടെ താഴെയുള്ള ബോണിൽ കൂടി, ഇത് ഈ കവിളിൻ്റെ ബോണിൽ കൂടി സൈഡിലേക്ക് വന്നിട്ട് താഴേക്ക്. കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും. കറക്റ്റായിട്ടുള്ള പ്രഷർ പോയിന്റ്സിൽ കൂടെ മസാജ് ചെയ്താലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഒന്നും കൂടെ കാണിക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് മൂക്കിൻ്റെ സൈഡിൽ വെച്ചതിന് ശേഷം കവിളെല്ലുകളിൽ കൂടി സൈഡിലേക്ക് വന്നിട്ട് താഴേക്ക്. ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂക്കിൻ്റെ ഈ ഭാഗത്ത് എൻഡ് ചെയ്തിട്ട് കവിളിൻ്റെ സൈഡിൽ കൂടി താഴേക്ക്.
ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ്. പിന്നെ കഴുത്ത് നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും നമ്മളിങ്ങനെ മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത്രയും സ്റ്റെപ്പുകളാണ് ഫസ്റ്റ് ഡേ പ്രോസസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലാകാത്തവർ വീണ്ടും ഒന്നും കൂടെ കണ്ടു നോക്കുക. ഇത്രയും സ്റ്റെപ്പുകൾ ഇപ്പോൾ 10 കൗണ്ട്സ്, ഒരു മിനിമം ഒരു 15 കൗണ്ട്സ് വെച്ചിട്ട് ചെയ്യൂ. അതുപോലെ 3 റൗണ്ട് ചെയ്യണം. അതായത് ഫസ്റ്റ് ഈ 4 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യുക, 4ഓ 5ഓ അല്ലേ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചെയ്യുക, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചെയ്യുക. അങ്ങനെ 3 കൗണ്ട് ചെയ്യണം. നമുക്ക് രാവിലെയും ചെയ്യാം, രാത്രിയും ചെയ്യാം. സമയമുള്ള സൗകര്യമായ സമയത്ത് ചെയ്യാം. രാത്രി ചെയ്തിട്ടൊക്കെ നമ്മൾ കിടക്കുന്ന സമയത്ത് ഫേസ് നല്ലൊരു റിസൾട്ട്, പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ 2 നേരം ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യണം. നല്ല ഭംഗിയായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു നമ്മുടെ തന്നെ മോയ്സ്ചറൈസർ ഉണ്ട്, ആ മോയ്സ്ചറൈസർ തന്നെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നമ്മുടെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾ രാവിലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. നൈറ്റ് ക്രീം ഉപയോഗിക്കുന്നവർക്ക് രാത്രി നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നൈറ്റ് ക്രീം യൂസ് ചെയ്യാം. പിഗ്മെൻറ്റേഷൻ ക്രീം യൂസ് ചെയ്യുന്നവർക്ക് മസാജ് ചെയ്തതിന് ശേഷം ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് പിഗ്മെൻറ്റേഷൻ ക്രീം ഇട്ട് കൊടുത്തിട്ട് രാവിലെ വേണം ഫേസ് വാഷ് ചെയ്യാൻ. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ 100% റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. കൃത്യമായിട്ട് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഡേ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ മെസ്സേജ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് ഒരു കമൻറ്റും ഒക്കെ ഇട്ടേക്കോട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതാണ് എനിക്കൊരു മോട്ടിവേഷൻ. അപ്പോൾ ഒരു ലൈക്കൊക്കെ ചെയ്തേക്കുക. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.